friends, once again I'm Raju. Solopixന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഒരു ഐറ്റം ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തു. ഇന്നലെ എന്റെ കയ്യിൽ കിട്ടി. ബുക്ക് ചെയ്തിട്ട് 20 ദിവസമായിട്ട് കുറച്ച് ടൈം എടുത്തു കയ്യിൽ വരാനുണ്ട്. കാരണം ബാംഗ്ലൂരിലാണ് ബുക്ക് ചെയ്തത്. ഔട്ട് ഓഫ് ഇന്ത്യ. അവിടെ നിന്ന് വരാനായിട്ട് ടൈം എടുത്തു. എന്നിരുന്നാലും ഇന്നലെ എന്റെ അഡ്രസ്സിൽ ഇവിടെ വന്നു. സംഭവം വേറെ ഒന്നല്ല, ബ്ലിറ്റ്സ്വോൾഫ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു മിനി മോണോപോഡ് സെൽഫിസ്റ്റിക് വിത്ത് എക്സ്ട്രാ സ്വിച്ചസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഇതുണ്ടോ, ബ്ലിറ്റ്സ്വോൾഫ് എന്ന് പറയുന്ന കമ്പനിയുടെ മിനി മോണോപോഡാണ്. സെൽഫിസ്റ്റിക് വിത്ത് സൂം ഫംഗ്ഷൻ. കുറച്ച് സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ ബുക്ക് ചെയ്തത്. നമുക്ക് എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്താണ്, ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. അപ്പൊ ഇതാണ് ഐറ്റം, ബ്ലിറ്റ്സ്വോൾഫിന്റെ മിനി മോണോപോഡ്. എന്തൊക്കെയാണെന്ന് നോക്കാം. യൂസർ മാനുവൽ, സാധാരണ നമ്മുടെ എല്ലാ പാക്കറ്റിലുള്ള പോലെ യൂസർ മാനുവൽ. ഇതെങ്ങനെ യൂസ് ചെയ്യാം, ഇതെങ്ങനെ കണക്ട് ചെയ്യാം, ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കാം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാറ്റിയെടുക്കാം. പിന്നെ വരുന്നത് ക്വിക്ക് ചാർജ് ആൻഡ് ഡാറ്റ സിങ്ക് കേബിൾ, ചാർജിങ് കേബിൾ, ഡാറ്റ കേബിൾ ആണ്. ഇതെനിക്ക് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. വേറൊരു പാക്കറ്റിൽ ഇതേപോലൊരു ചാർജർ കേബിൾ ഉണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഡാറ്റ കേബിൾ. അതേപോലെ തന്നെ വേറൊരു പാക്കറ്റിൽ സെയിം ഇത് തന്നെ ഉണ്ട്, ഡാറ്റ കേബിൾ ഉണ്ട്. 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ചാർജിങ് കേബിൾ. വേറെ സംഭവം കൂടി ഉണ്ട്. ഇത് കണ്ടോ, ഇത് എന്തിനാന്ന് വെച്ചാൽ ഇതിന്റെ ടോപ്പില്, മോണോപോഡിന്റെ ടോപ്പില് നമുക്ക് ഈ ആക്ഷൻ ക്യാമറാസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്, സ്ക്രൂ ആണത്. അത് ഓക്കെ. സംഭവം നല്ല ഹാൻഡിയാണ്. ഇതിന്റെ വേറൊരു കാര്യം പറയാനുള്ളത്, പ്രത്യേകിച്ച് ബിൽഡ് ക്വാളിറ്റി ഉണ്ടല്ലോ, അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അവര്. നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. കണ്ടാൽ തന്നെ നമുക്ക് ഒരു പെർഫെക്ഷൻ കാണുന്നുണ്ട് ഇതിനകത്ത്. ബിൽഡ് ക്വാളിറ്റി സൂപ്പർ. പിന്നെ വരുന്നത് ഇതിനകത്ത് സെറ്റ് ചെയ്യാവുന്ന ഒരു ക്ലിപ്പും കൂടി ഉണ്ട്. ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ക്ലിപ്പ് ഇതിന്റെ ബാക്ക് സൈഡില് ഒരു ത്രെഡ് ഉണ്ട്. ഇതുണ്ടോ, ഈ ത്രെഡില് നമുക്കിത് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ബാഗിലോ ബാഗിന്റെ ഏതെങ്കിലും സൈഡിലോ നമുക്കിങ്ങനെ ക്ലിപ്പ് ചെയ്ത് ഹാങ് ചെയ്തിടാം. പിന്നെ പാന്റിന്റെ ബെൽറ്റ് വരുന്ന ഭാഗത്തും നമുക്കിത് ഹാങ് ചെയ്തിടാം. യൂസബിൾ ആയിട്ടുള്ള സംഭവമാണ്. ഇഷ്ടപ്പെട്ടു, നൈസ്. പിന്നെ നമുക്ക് ഇതിന്റെ ബാൻഡ് നമുക്കൊന്ന് നോക്കാം. ചെറിയൊരു ഹോളുണ്ട് ഇവിടെ. ആ ഹോളിൽ കൂടി കടത്തിയിട്ട് വേണം. ചെറിയൊരു സ്പെൻഡ് നമുക്ക് ഓർക്കാവില്ല. ഇവിടെ കടത്തി കൂടെ എടുത്ത് ടൈറ്റ് ചെയ്യാം. ഓക്കെ, നൈസ്. നമുക്കിങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെടുത്തരാം. ആദ്യം കാണുന്നത് ഷിഫ്റ്റ് ബട്ടൺ. അതായത് നമുക്ക് ഫ്രണ്ട് ബാക്ക് ക്യാമറ നമുക്ക് ഇതിനകത്ത് 1 ടൈം പ്രസ്സിങ്ങിൽ ഫ്രണ്ട്, പിന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് നമുക്ക് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം. സെക്കൻഡ് കാണുന്നത് ഷട്ടർ ബട്ടൺ, നമുക്ക് ഫോട്ടോ വീഡിയോസ് എടുക്കാനുള്ള ഷട്ടർ ബട്ടൺ. പിന്നെ ഈ 2 സ്വിച്ചസ് സൂം ഇന്നും സൂം ഔട്ടും. പിന്നെ വരുന്നത് ഓൺ ഓഫ്, പിന്നെ ചാർജിങ് പോർട്ട്. ഈ 1, 2, 3, 4, 5 സ്വിച്ചും ഒരു ചാർജിങ് പോർട്ടുമാണ് ഇതിനകത്ത് ഉള്ളത്. ഇതിന് 4 കളർ വേരിയേഷൻസ് ആണുള്ളത്. ഒന്ന് ഈ ഗോൾഡൻ കളർ, പിന്നെ റോസ് റെഡ്, സ്കൈ ബ്ലൂ, പിന്നെ വരുന്നത് ബ്ലാക്ക്. ഞാൻ ബ്ലാക്ക് ആണ് ബുക്ക് ചെയ്യാൻ നോക്കിയത്. ബട്ട് ബ്ലാക്ക് ആ ടൈമിൽ അവൈലബിൾ ഉണ്ടായിരുന്നില്ല. അത് കാരണം ഗോൾഡ് എടുത്തു. നൈസാണ്. പിന്നെ ഇതിന്റെ ലെങ്ത്തും കാര്യങ്ങളും. ഇതിന്റെ ലെങ്ത് വരുന്നത് 22.5 സെന്റിമീറ്റർ ആണ്. നമുക്ക് ഇപ്പോ ഈ നമ്മള്
എക്സ്റ്റെൻഡ് ചെയ്യാതെ നോക്കുവാണെങ്കിൽ 22.5 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം 90 സെന്റിമീറ്റർ വരെ നമുക്ക് ഇത് ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ മൗണ്ട് വരുന്നത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഈ ടോപ്പ് ഇങ്ങനെ ഉയർത്തണം. എന്നിട്ട് ഈ ഗ്യാപ്പിലാണ് നമ്മൾ മൊബൈൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ സ്പ്രിങ് ആക്ഷൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല സ്മൂത്തിയാണ്, നല്ല ഗ്രിപ്പും ഉണ്ട് ഈ ഗ്യാപ്പില്. പിന്നെ മൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മൗണ്ട് വരുന്നത് ആക്ഷൻ ക്യാമറാസ് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ മൗണ്ട് ഇത് ഊരി, ഈ സ്ക്രൂ ഇത് ഊരിയിട്ട് ആക്ഷൻ ക്യാമറ ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അങ്ങനെ രണ്ട് ഡിവൈസ്, ആക്ഷൻ ക്യാമറാസും പിന്നെ മൊബൈലും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ലെങ്ത് കൂട്ടുമ്പോഴും നമുക്ക് ഇപ്പൊ വെയിറ്റ് ഉള്ള മൊബൈൽ ആണെങ്കിൽ പോലും നമുക്ക് ഹാൻഡി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ കണക്ടിവിറ്റിയുടെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, അത് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് മൊബൈലിന്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും മൊബൈൽ വഴി. മൊബൈലില് ഇതിന്റെ ഷട്ടർ എന്നുള്ള ഒരു പേര് കാണിക്കും, ബ്ലിറ്റ്സ്വോൾഫിന്റെ. നമുക്കത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലും വേറൊരു സംഭവം, നമുക്ക് ഈ ഷിഫ്റ്റ് ബട്ടൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഫ്രണ്ടും ബാക്കും ക്യാമറ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതിലും ബെറ്റർ ആയിട്ടുള്ള ഐഡിയ, നമ്മുടെ ഇതിന്റെ ബോക്സിൽ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ആ കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ ഉണ്ട്. അതെല്ലാം തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഡയറക്റ്റ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ബ്ലിറ്റ്സ്വോൾഫിന്റെ. അതുവഴി നമ്മൾ ആ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എല്ലാ ബട്ടണും, അതിൽ ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട്. ഞാനത് കാണിച്ചു തരാം പിന്നീട്. അതില് നമ്മളുടെ ആ വീഡിയോസിന്റെ ക്വാളിറ്റി, ഫോട്ടോ ക്വാളിറ്റി, ഒരു കുറച്ച് സെറ്റിംഗ്സ് എക്സ്ട്രാ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോ മാക്സിമം നമ്മൾ അതിന്റെ ബ്ലിറ്റ്സ്വോൾഫിന്റെ തന്നെ ആപ്ലിക്കേഷൻ വഴി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതല്ലാതെ യൂസ് ചെയ്യാൻ ഈ ഷിഫ്റ്റ് കീ വർക്ക് ആകത്തില്ല. ബാക്കി ഷട്ടർ കീ നമുക്ക്, സൂം ബട്ടൺ നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെ വേറൊരു ഡിസഡ്വാൻറ്റേജ് ഞാൻ കണ്ടത്, സൂം ബട്ടൺ നമുക്ക് ലോങ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ സൂം ചെയ്ത് കണ്ടിന്യൂസ്ലി സൂമിങ് നമുക്ക് കിട്ടത്തില്ല. നമുക്ക് 1 by 1, അതായത് ഓരോ പ്രസ്സിലും ഓരോ സൂമിങ് അങ്ങനെ കിട്ടത്തുള്ളൂ. കണ്ടിന്യൂസ്ലി നമുക്ക് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് സൂം ചെയ്ത് കണ്ടിന്യൂസ്ലി സൂം ചെയ്ത് കിട്ടത്തില്ല. ആ ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഞാൻ അതിൽ കണ്ടു. നോ പ്രോബ്ലം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, കുഴപ്പമില്ല. ഇത് ഞാൻ ബാംഗ്ലൂരിലാണ് ബുക്ക് ചെയ്തത്, Banggood.com ഞാൻ ബുക്ക് ചെയ്തത്. ഒരു 20 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇവിടെ എത്താനായിട്ട്. അത്രയും ഡിലേ ആയി. പിന്നെ നല്ല പ്രൊഡക്റ്റ് ആണ്. ഞാൻ വേറെ കുറെ പ്രൊഡക്ട്സ് ഒക്കെ റിവ്യൂസ് ഒക്കെ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു, വാങ്ങിയതാണ്. പിന്നെ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത, നമുക്ക് ഇതിനകത്ത് മോണോപോഡ് ട്രൈപോഡ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അതായത് ഞാൻ ഈ ക്ലിപ്പ് കണ്ടല്ലോ, ഈ ക്ലിപ്പിന്റെ ത്രെഡ് നമുക്ക് ഇതിനകത്ത്, ഈ ത്രെഡിൽ നമുക്ക് ഈ ട്രൈപോഡിനും കൂടി നമുക്ക് ഇത് സൂട്ടബിൾ ആണ്. അപ്പൊ ട്രൈപോഡ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആ ഒരു അഡ്വാൻറ്റേജും കൂടി ഇതിനകത്തുണ്ട്. ഇതിന്റെ ലെങ്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 22.5 സെന്റിമീറ്റർ ആണ് ഇതിന്റെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാത്തപ്പോഴുള്ള ലെങ്ത്. പിന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 90 സെന്റിമീറ്റർ വരെ നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഞാനിപ്പോ കാണിച്ചു തരാം. ഇത് വേറെ ഒന്നുമില്ല, നേരെ ലെഫ്റ്റിലേക്ക് തിരിക്കുക, ഓപ്പൺ ചെയ്യുക. ഓരോ പോർഷനും നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിച്ച്, അത് ലോക്കാണ്, ലോക്ക്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ലോക്ക് റിലീസ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് അത് ലോക്ക് ചെയ്യാൻ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോക്കാവും. നമുക്ക് മൊബൈൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ ലെങ്ത് കുറക്കണമെന്നുണ്ടെങ്കിൽ, ഒരു പോർഷൻ കുറക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ മാത്രം നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് ഉള്ളിലേക്ക് വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് ലെങ്ത് കുറക്കാം. പിന്നെ അതുപോലെ തന്നെ ഓരോ പോർഷൻ ഉണ്ട്, നമുക്ക് ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ലോക്ക് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് ലോക്കായി. ഇങ്ങനെയാണ് യൂസേജ്. ഞാനിത് മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാൻ എന്താണെന്നുള്ളത്. നമുക്കിനി ഈ മോണോപോഡ് ഫോണായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് എങ്ങനെ യൂസേജ് എന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് മോണോപോഡ് ഓൺ ചെയ്യണം. ഓൺ ചെയ്യുമ്പോൾ റെഡ് ലൈറ്റ് കത്തും, അതേപോലെ തന്നെ ഒരു ബ്ലൂ ലൈറ്റും ഉണ്ട്, അത് മിന്നിക്കൊണ്ടിരിക്കും.
അതെന്ന് വെച്ചാൽ നമുക്ക് ബ്ലൂടൂത്ത് വഴിയാണ് കണക്ടിവിറ്റി വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ബ്ലൂടൂത്ത് നമ്മൾ ഈ ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ബ്ലൂ ലൈറ്റ് ഓഫ് ആവും. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫോണിൽ ബ്ലൂടൂത്ത് സെറ്റിംഗ്സ് എടുത്തൊന്ന് കണക്ട് ചെയ്യാം. ഓണാക്കുന്നു. അപ്പൊ ഇവിടെ താഴെ ഷട്ടർ എന്നുള്ള നെയിം ആയിരിക്കും കാണുന്നത്. അതിൽ നമ്മൾ കണക്ട് പെയർ ചെയ്യാൻ നോക്കുന്നു. ഓൾറെഡി കണക്റ്റഡ് കാണിച്ചു. ഇനി നമുക്ക് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. ബ്ലിറ്റ്സ്വോൾഫിന്റെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബ്ലിറ്റ്സ്വോൾഫിന്റെ ഞാൻ പ്ലേ സ്റ്റോറിൽ കാണിച്ചു തരാം. കണ്ടോ, ബ്ലിറ്റ്സ്വോൾഫ് ഷട്ടർ, BW ഷട്ടർ എന്നുള്ള ആപ്ലിക്കേഷനാണ്. ബ്ലിറ്റ്സ്വോൾഫിന്റെ BW എന്നുള്ളൊരു എംബ്ലം ഉണ്ട്. അത് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ്. നമുക്ക് ക്യാമറ ഓൾറെഡി ഓൺ ആയിട്ടായിരിക്കും വരുന്നത്. അത് ഇതിനകത്ത് വരുന്ന സെറ്റിംഗ്സും ബാക്കി കാര്യങ്ങളും ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ താഴെ ഫോട്ടോ എടുത്തതിന്റെ ഇത് കാണാം. പിന്നെ ക്യാമറയുടെ ഒരു ബട്ടൺ ഉണ്ട്, അതേപോലെ തന്നെ വീഡിയോന്റെ ഒരു ബട്ടൺ ഉണ്ട്. മേളിൽ ഫ്ലാഷ് ഓണും ഓഫും. ഇത് ക്യാമറ ഫ്രണ്ടും ബാക്കും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ സെറ്റിംഗ്സിൽ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സെറ്റിംഗ്സിൽ നമുക്ക് ഫോട്ടോ സൈസ് ഉണ്ട്. ഫോട്ടോ സൈസിൽ പലതരം നമുക്ക് ഫ്രെയിം നമുക്ക് നോക്കാം. ഇപ്പൊ സ്റ്റാർട്ടിങ് 160 to 122, ഏറ്റവും ടോപ്പ് വരുന്നത് 4160 × 3 ഇത്രയും സൈസാണ് വരുന്നത്. നമുക്ക് ഏതാണ് വരുന്നത്, നമുക്കിപ്പോ ആക്ച്വലി നമുക്ക് ഫുൾ HD വരുന്നത് 1920 × 1080 ആണ്. അതിലും ടോപ്പിൽ വരുന്നുണ്ട്. നമ്മൾ മാക്സിമം എടുക്കാം. പിന്നെ താഴെ വരുന്നത് ഫോക്കസ് മോഡ്, കണ്ടിന്യൂസ് പിക്ചർ. ഫോക്കസ് മോഡിൽ നമുക്ക് ഫോക്കസ്, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോക്കസ് മോഡാണത്. ഓട്ടോ ഫോക്കസ് ഉണ്ട്, ഇൻഫിനിറ്റി ഫിക്സഡ് ഉണ്ട്, മാക്രോ ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് എക്സ്പോഷർ നോക്കാം. എക്സ്പോഷറിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. -1, -2 അങ്ങനെ -12 വരെ ഉണ്ട്. സെയിം തന്നെ +12 വരെ ഉണ്ട്. പിന്നെ സീൻ മോഡിൽ വരുന്നത് ലാൻഡ്സ്കേപ്പ്, സ്നോ, ബീച്ച്. നമുക്ക് ഏതാണോ സീൻ മോഡ് ഏത് മോഡിലാണോ നമുക്ക് ആവശ്യമുള്ളത് ആ മോഡിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ വരുന്നത് വീഡിയോ സൈസ് വരുന്നത് മാക്സിമം 4096 × 2160. ഇത് നമുക്ക് ഇതിനകത്ത് ഏതാണ് ഇത് വരുന്നത് നമുക്കത് സെലക്ട് ചെയ്യാം. പിന്നെ സെറ്റിംഗ്സിൽ വരുന്നത് വൈറ്റ് ബാലൻസ് ഉണ്ട്. വൈറ്റ് ബാലൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ ഒരുപാട് നമുക്ക് ഡയറക്റ്റ്, ഇൻകാൻഡസന്റ്, ഫ്ലൂറസന്റ്, ഓട്ടോ മോഡ്, അത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമ്മൾ സെയിം ക്യാമറ ഓപ്ഷൻ തന്നെ. കളർ എഫക്റ്റിലും നമുക്ക് നാനോ, നെഗറ്റീവ് അങ്ങനെ പലതരം ഫോട്ടോ ഇതിൽ ഫ്രെയിമിൽ നമുക്ക് ആ കളർ എഫക്റ്റിൽ നമുക്ക് എടുക്കാം. പിന്നെ സ്വിച്ച് ബട്ടൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഷിഫ്റ്റ് ബട്ടൺ ഉണ്ടല്ലോ, ഷിഫ്റ്റ് ബട്ടൺ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇതാണ്. അതായത് സ്വിച്ച് ഫ്രണ്ട് ഓർ ബാക്ക്, നമുക്ക് ഈ ബട്ടണിൽ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ക്യാമറയാണോ ബാക്ക് ക്യാമറയാണോ, പിന്നെ കണ്ടിന്യൂസ് ഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷിഫ്റ്റ് ബട്ടണിൽ തന്നെ നമുക്ക് കണ്ടിന്യൂസ്ലി ഷോട്ട് എടുക്കാം. പിന്നെ അത് തന്നെ നമുക്ക് റെക്കോർഡ് വീഡിയോ ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ആക്ച്വലി ഞാനിപ്പോ അത് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഇപ്പൊ ഞാനിപ്പോ ഒരു ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഈ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ ഫോട്ടോ എടുത്തു. അപ്പൊ നമുക്കൊരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനിൽ വേണം നമുക്ക് ക്ലിക്ക് ചെയ്യണമെങ്കിൽ. അത് ബൈ ഹാൻഡ് നമുക്ക് വേണം. നമുക്ക് ഈ മോണോപോഡിൽ ലെങ്ത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബട്ടണിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ നേരത്തെ കാണിച്ച ആ സെറ്റിംഗ്സ് ഇതിന് ഉപകാരപ്പെടും. അതായത് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് ബട്ടണിൽ റെക്കോർഡ് വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷിഫ്റ്റ് ബട്ടൺ നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ഇതിന്റെ വേറൊരു ഞാൻ ഇതിന്റെ ക്യാമറ ഷിഫ്റ്റ് ചെയ്ത് ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ ബാക്ക് ക്യാമറയാണ് ഇപ്പോൾ ഓൺ ആയിരിക്കുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറ ഞാൻ കാണിച്ചുതരാം. ഷിഫ്റ്റ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു.
ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട് ക്യാം ഓൺ ആവും, ബാക്ക് ക്യാം ഓൺ ചെയ്യും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. പിന്നെ സൂം ബട്ടണിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കണ്ടിന്യൂസ്ലി സൂം ബട്ടൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. 1 by 1 ആയിട്ട് വേണം പ്രസ് ചെയ്യാൻ. 1 by 1 നമുക്ക് പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് സൂം ഇന്നും സൂം ഔട്ടും പറ്റുള്ളൂ. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. പിന്നെ ഈ സെയിം നമുക്ക് ഇതിനകത്ത് ഇപ്പോ ബ്ലിറ്റ്സ്വോൾഫിന്റെ ആപ്ലിക്കേഷൻ അല്ലാതെ തന്നെ നമ്മൾ സാധാരണ ഈ ഫോണിലുള്ള ക്യാമറ മെനുവിൽ നമുക്കിത് ഓപ്പറേറ്റ് ആവുന്നതാണ്. അത് ഞാനിപ്പോ കാണിച്ചു തരാം. ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് വേറൊരിത്, നമുക്കിപ്പോ വീഡിയോ എടുക്കാനാണെങ്കിലും ഇപ്പൊ ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാം. ഇപ്പൊ വീഡിയോന്റെ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ വീഡിയോ ക്ലിക്ക് ചെയ്ത് വീഡിയോ റണ്ണിങ് ആയി. ഇത് കണ്ടോ? അപ്പോൾ അതിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഈ നമ്മുടെ ഫോണിലുള്ള ക്യാമറ ഓപ്പൺ ചെയ്തുള്ള ഒരു നെഗറ്റിവിറ്റി ഞാൻ കാണുന്നത്, നമുക്ക് ഷിഫ്റ്റ് ബട്ടൺ വർക്ക് ചെയ്യത്തില്ല. നമുക്ക് ബൈ ഹാൻഡ് നമുക്ക് ഫോണിൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരും ഫ്രണ്ടും ബാക്കും ക്യാമറ. ഇതിപ്പോ ഞാൻ കണ്ടോ പ്രസ് ചെയ്താലും നമുക്ക് ഷിഫ്റ്റ് ബട്ടൺ ഇതിനകത്ത് ക്യാമറ, അതായത് ഫോൺ ക്യാമറ ആപ്ലിക്കേഷൻ വഴി നമുക്ക് പറ്റത്തില്ല. ബ്ലിറ്റ്സ്വോൾഫിന്റെ തന്നെ ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ബട്ടൺ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ്, ഇത്രേ ഉള്ളൂ സെറ്റിംഗ്സ്. സിമ്പിൾ ആണ് യൂസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ സുലൈ.